ഫ്രണ്ട്സ്, എനിക്ക് പറ്റിയത് നിങ്ങൾക്ക് പറ്റരുത്. ഡ്രസ്സി പോസ് ഈ സൈറ്റിൽ കയറി കാണാൻ ഭംഗിയുള്ള ഒരു ചുരിദാർ ഓർഡർ ചെയ്തു. കുറച്ച് ദിവസത്തിനകം കയ്യിൽ കിട്ടി. പക്ഷെ കിട്ടിയത് കണ്ടില്ലേ, ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത ഓരോ മീറ്റർ വീതമുള്ള 2 തുണിക്കഷ്ണങ്ങൾ കറ പറ്റിയിട്ടുമുണ്ട്. അതിൽ കാണിച്ചത് റെഡിമെയ്ഡ് അനാർക്കലി സ്യൂട്ടാണ്. അതാണ് കണ്ടപ്പോൾ തന്നെ ഇഷ്ടം. ചിന്തിക്കണമായിരുന്നു, അത് ഓർഡർ ചെയ്യുന്ന സമയത്ത് റിട്ടേൺ പോളിസിയോ റിവ്യൂസോ ഒന്നും നോക്കിയില്ല. എന്താണെങ്കിലും ക്യാഷ് ഓൺ ഡെലിവറി ആണല്ലോ എന്ന് ഓർത്തു. ബട്ട് ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിലും ഞങ്ങൾ വാങ്ങി വെച്ചു എന്നല്ലാതെ അതപ്പോൾ ചെക്ക് ചെയ്ത് കൊടുക്കുന്ന പരിപാടിയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അതവിടെ കിടന്നു. കുറേ നാൾ ഞാൻ ട്രൈ ചെയ്തു റിട്ടേൺ ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി. ഇവരെ കോണ്ടാക്ട് ചെയ്യാൻ എനിക്ക് പറ്റി കേട്ടോ. അപ്പോൾ ഹിന്ദി ആയിരുന്നു അവർ സംസാരിച്ചത്, മലയാളം ഒന്നും ഓക്കെയല്ല. അപ്പോൾ ഞാൻ എൻ്റെ ബ്രദറിൻ്റെ അടുത്തും ഹസ്ബൻഡിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു. അവരൊക്കെ ഒന്നും നോക്കാതെ അതിൻ്റെ ആവശ്യം എന്തായിരുന്നു, ഫ്ലിപ്കാർട്ടില്ലേ, ആമസോണില്ലേ, മീഷോ ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് എന്നെ വളരെ വഴക്ക് പറഞ്ഞു. കാരണം സാധാരണ അങ്ങനെ ചെയ്യാറ്, ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ യൂട്യൂബ് സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് കണ്ണിൽപ്പെട്ടു, കയറി നോക്കി. അതാണല്ലോ പ്രശ്നം, കാണുന്നതിലെല്ലാം. അപ്പം ഞാൻ നോക്കിയ സമയത്ത് ഇങ്ങനെ കണ്ടു കുറേ പേര് ഇതുപോലെ റിവ്യൂ ഒക്കെ ഇട്ടിട്ട് കണ്ട. ക്യാഷ് ഓൺ ഡെലിവറി ആണല്ലോ, റിട്ടേൺ ചെയ്യാൻ പറ്റുമല്ലോ എന്നൊക്കെ ഓർത്താണ് ഞാനിത് ചെയ്തത്, എനിക്ക് പണിയിട്ടത്. പക്ഷെ അതുപോരാ, നമ്മുടെ പൈസയാണ്, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയാണ്. അത് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ, ഇങ്ങനെ വഞ്ചിതരാവാതിരിക്കണമെങ്കിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കണം, നമ്മൾ തന്നെ സൂക്ഷിക്കണം. ഫസ്റ്റ് ടൈമൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം അന്വേഷിച്ചൊക്കെ വേണം ചെയ്യാൻ. ഞാനിതിപ്പോൾ ഇത് പണി കിട്ടിയ ശേഷം അതിൻ്റെ പുറകെ പോയിട്ട് എനിക്കത് അത്ര ഈസി ആയിരുന്നില്ല. വെറും നഷ്ടമാണ് സംഭവിച്ചത്. ഒന്നേ പറയാനുള്ളൂ, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട, അത് തന്നെ.